Dear students, today we discuss the chapter motion in a plane. Motion in a plane mathematically described as two-dimensional motion. Motion in two dimensions. Motion in two dimension means mathematical representation is a motion can be represented by the coordinates x and y. The two coordinates are necessary for representing the motion, that is x and y. കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ അതിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഓർ പോയിൻ്റ് ഓബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്കലായിട്ട് എക്സ് കോർഡിനേറ്റ് മാത്രം മതി. എക്സ് ഈസ് ദ പൊസിഷൻ വെക്ടർ, എക്സ് ഈസ് കാൾഡ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ആൻഡ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് എ ഡയറക്ഷൻ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് വൺ ഡയമെൻഷൻ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നിങ്ങൾ പഠിച്ചത്. അതേസമയം മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടു ഡയമെൻഷണൽ മോഷനുകളാണ്. അത് മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ എപ്പോഴും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വേണം. അപ്പോൾ അത് ആ മോഷൻസ് പഠിക്കുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്, പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്. വെക്ടർ ക്വാണ്ടിറ്റീസ്, രണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. വെക്ടർ എന്ന് പറഞ്ഞാൽ സദിശ അളവുകളെന്ന് പറയും, സ്കെയിലാർ എന്ന് പറഞ്ഞാൽ അദിശ അളവുകളെന്ന് പറയും. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി മീൻസ് അളവ്. ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നറ്റ്യൂഡ് മാത്രം, മാഗ്നറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പർ മാത്രമായിരിക്കും. ഒരു നമ്പറും അതിനോടനുബന്ധിച്ച് അതിൻ്റെ യൂണിറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു നമ്പറും അതിനോടനുബന്ധിച്ചുള്ള യൂണിറ്റും മാത്രമായിട്ടൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ പ്രതിനിധാനം ചെയ്യുമ്പോൾ, റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. അങ്ങനെ സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നറ്റ്യൂഡ് ഓൺലി. മാഗ്നറ്റ്യൂഡ് മീൻസ് വാല്യൂ, വില. ഡെഫിനിഷൻ എ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നറ്റ്യൂഡ് ഓൺലി. എക്സാമ്പിൾ ഫോർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് മാസ്, രണ്ടാമത്തെ ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്. ഇതെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ്. അതിന് വ്യക്തമായിട്ടൊരു ദിശ പറയാനില്ല, വിലകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ടൈപ്പ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു വിഭാഗം ക്വാണ്ടിറ്റികളാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ്യൂഡും ഉണ്ടായിരിക്കും, ദിശയും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്, ടോർക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റിയൊക്കെ മാഗ്നറ്റ്യൂഡും ഉണ്ട്, ഒരു വ്യക്തമായ ദിശയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ വെക്ടർ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി, ഏതെങ്കിലും വെക്ടർ ക്വാണ്ടിറ്റി എടുത്താൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ആരോ വരയ്ക്കണം. ഒരു ടെയിലും കാണും, ഒരു ഹെഡുമായിട്ട് വരയ്ക്കുക, ആരോ വരയ്ക്കുക. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ വെലോസിറ്റിയെ വി എന്ന് എഴുതി അതിന് മുകളിലായിട്ടൊരു ആരോ വരയ്ക്കുക.
That is, vector quantity is represented by an arrow placed over a letter and is represented as shown in the board. This is called vector V. Magnitude of this vector V can be indicated as, this is called a vector V, and the magnitude of the vector V is indicated as like this, modulus of vector V, that can be also written as V. The representations are very important. Another vector, A is a vector, then that can be represented as A. Above the letter there is an arrow, then that is called vector A. And the magnitude of vector can be represented by this modulus of vector A or magnitude of vector A, that can be rather written as A only. This is the magnitude, this is vector. Already stated that displacement, position, force, torque, velocity, etc. are vectors. Therefore, position and displacement vector, or position vector or displacement vector, the first vector is represented by position vector. Position vector can be represented by taking an origin. And P is the position of an object at a time t second, and P dash is the position of an object after a time t dash second. P is the position of an object at a time t second, and P dash is the position vector of an object after a time t dash. Then that can be represented as vectors from origin O. OP vector, that is R vector, and OP dash vector, that is R dash vector. That means position of an object from an arbitrary origin is called a position vector. Position of an object from an arbitrary origin is called position vector. OP is position vector R and OP dash is position vector R dash. Then PP dash vector, that is also a vector, that is the displacement vector in a time interval t and t dash. PP dash is called displacement vector. Then another vector is equal vectors or equality of vectors. Two vectors are equal if their magnitude are equal and directions are same. എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ വെക്ടർ എ, അനദർ വെക്ടർ ഈസ് ബി. വെക്ടർ എയുടെ മാഗ്നറ്റ്യൂഡും വെക്ടർ ബിയുടെ മാഗ്നറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടർ. അതിനൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്തായിരിക്കണം? ഒരേ ദിശയായിരിക്കണം. ഇപ്പോൾ ഒരേ ദിശയിൽ തുല്യ മാഗ്നറ്റ്യൂഡുമുള്ള രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ തുല്യ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഈക്വൽ വെക്ടേഴ്സ് ഓർ ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ് എന്ന് വിളിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ടു വെക്ടേഴ്സ് ആർ ഈക്വൽ
if their magnitude and directions are same. That means two vectors of equal magnitude and having same direction called equal vectors or equality of vectors. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിട്ട് എടുക്കും. ഒരേ ദിശയിലുള്ള ആരോ ആയിരിക്കണം, ഈക്വൽ ലെങ്തിൽ വരയ്ക്കണം. വരയ്ക്കുന്ന രണ്ട് വെക്ടറിനും ഈക്വൽ ലെങ്തിൽ വരയ്ക്കുകയും ഒരേ ദിശയിലുള്ള ആരോ ആണെങ്കിൽ പാരലായിട്ടുള്ള ഈ സമാന്തരമായിട്ടുള്ള, പാരൽ മീൻസ് സമാന്തരമായിട്ടുള്ള ഈ വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. ഇപ്പോൾ ഡെഫിനിഷൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ഇഫ് ദെയർ മാഗ്നറ്റ്യൂഡ് ആർ ഈക്വൽ ആൻഡ് ഡയറക്ഷൻ ആർ സെയിം. അടുത്ത വെക്ടറാണ് നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ വെക്ടർ എ അതേ മാഗ്നറ്റ്യൂഡിലുള്ള മറ്റൊരു വെക്ടർ അതിൻ്റെ എതിർദിശയിലായിരിക്കണം പോകേണ്ടത്. അപ്പം മാഗ്നറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു വെക്ടറിൻ്റെ എതിർദിശയിൽ അതേ മാഗ്നറ്റ്യൂഡോടുകൂടിയ മറ്റൊരു വെക്ടറിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? നെഗറ്റീവ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ ഇതാണ്: നെഗറ്റീവ് വെക്ടർ ഓഫ് എ വെക്ടർ ഈസ് അനദർ വെക്ടർ വിച്ച് ഹാസ് ദ സെയിം മാഗ്നറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടുത്ത വെക്ടേഴ്സിന് അറിയപ്പെടുന്ന പേരാണ് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ. നൾ വെക്ടർ ഓർ സീറോ വെക്ടർ. ഒരു വെക്ടറിൻ്റെ മാഗ്നറ്റ്യൂഡ് സീറോയും പ്രത്യേകിച്ച് ദിശ എന്നും പറയാനില്ലാത്തതുമായതിനെയാണ് അറിയപ്പെടുന്നത് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. എ വെക്ടർ വിത്ത് സീറോ മാഗ്നറ്റ്യൂഡ് ആൻഡ് നോ സ്പെസിഫിക് ഡയറക്ഷൻ ഈസ് കാൾഡ് നൾ വെക്ടർ. If A is a vector is equal to another vector B, then vector A minus vector B equal to 0. That is a zero vector. Therefore, zero vector can be represented as an arrow placed over the zero. In null vector there is a question: what are the properties of a null vector? There is an examination point of view, there is a question: what are the properties of a null vector? Already stated that a vector whose magnitude is 0 and no specific direction is called a null vector. The properties of the vector are: if any vector is added to, any vector means any other zero vector. If any vector is added to zero vector, we get the same vector. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ കൂടെ സീറോ വെക്ടർ കൂട്ടിയാൽ നമുക്ക് വീണ്ടും അതേ വെക്ടർ തന്നെ കിട്ടും. If A is a vector, that is any vector having magnitude A that is added with a zero vector, the result will be the same vector A. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: if any vector is added to a zero vector, the result is the same vector. That is the first property. Second property is, ഒരു റിയൽ നമ്പറിൻ്റെ കൂടെ, റിയൽ നമ്പർ മീൻസ് 1 2 3 എക്സെട്ര, ദാറ്റ് ഈസ് കാൾഡ് എ റിയൽ നമ്പർ. ഒരു റിയൽ നമ്പറിൻ്റെ കൂടെ സീറോ വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് സീറോ വെക്ടർ ആയിരിക്കും. n is a real number that is multiplied with zero vector, then the result will be equal to zero vector.
Once more, when a real vector is multiplied with 0 vector, we get 0 vector. Then third property is, when a vector is multiplied with 0 vector, we get 0 vector. When a vector is multiplied with 0 vector, the result will be 0 vector. These are the three properties of null vector. Once again, the properties are, if any vector is added to a 0 vector, we get the same vector. The representation is vector A plus vector 0 vector is equal to vector A. Second property is, when a real number is multiplied with a 0 vector, the result will be 0 vector. That is, n is a real number, then n into 0 vector is equal to 0 vector. Another property, third property is, when a vector is multiplied with 0 vector, the result will be 0 vector. That is, vector A is multiplied with 0 vector, the result will be equal to 0 vector. Another question arises, what are the examples for 0 vector? First example is, position vector of a particle at the origin is a 0 vector. Second is, the displacement of a stationary object is a 0 vector. Third example is, acceleration of a particle moving with the uniform velocity is a 0 vector. These are the examples for 0 vector. This is another question. What are the examples for 0 vector? Once again, the examples are, position vector of a particle at the origin is a 0 vector. The displacement of a stationary object is a 0 vector. Acceleration of a particle moving with the uniform velocity is a 0 vector. Another is, അടുത്തതായിട്ടുള്ളത്, multiplication of a vector by a scalar. M is a scalar. Scalar quantity means which is a number. 1, 2, 3, etc. are numbers, and M is represented for 1, 2, 3, etc. That is a number. That is a scalar quantity. That is multiplied with a vector A. Then the result will be equal to M vector A. That means M times the vector A, if M is positive. If M is negative, the direction is opposite. Another vector is unit vectors. Unit vectors are vectors whose magnitude is 1 and direction in the direction of the given vector. That means every vector is associated with a unit vector. ഒരു വെക്ടറിൻ്റെ മാഗ്നറ്റ്യൂഡ് എപ്പോഴും 1ഉം അതിൻ്റെ ദിശ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ അതേ ദിശയിലുമാണെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, യൂണിറ്റ് വെക്ടറിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, എ ഈസ് എ യൂണിറ്റ് വെക്ടർ, ദെൻ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ക്യാപ്പ്. എയുടെ മണ്ടയിൽ ഒരു ക്യാപ്പ് വരയ്ക്കുക, വായിക്കേണ്ടത് എ ക്യാപ്പ്. എ ക്യാപ്പ് എന്ന് ഏതൊരു ലെറ്ററിൻ്റെ കൂടെയും ക്യാപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. വിയുടെ മുകളിലായിട്ട് ക്യാപ്പ് ഇട്ടിരുന്നാൽ അതിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് വെക്ടർ വി. എയുടെ മുകളിൽ ക്യാപ്പ് ഇട്ടിരുന്നാൽ അതിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് വെക്ടർ എ. അങ്ങനെ ജനറലായിട്ട് യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ ക്യാപ്പ് എന്നായിരിക്കും. എവിടെയെങ്കിലും എൻ ക്യാപ്പ് എന്ന് ഇട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ വായിക്കേണ്ടത് ജനറൽ യൂണിറ്റ് വെക്ടർ. ഇപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് സാധാരണ വെക്ടേഴ്സ് പോലെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ വെക്ടർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ എ എന്ന് പറയുന്ന മാഗ്നറ്റ്യൂഡും എൻ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറും ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്, ഏതൊരു വെക്ടറിനോടും അസോസിയേറ്റ് ചെയ്തൊരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എ ക്യാൻ ബി റിട്ടൺ ആസ് മാഗ്നറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എൻ.
that is n cap unit vector, general unit vector n cap can be calculated by vector A divided by magnitude of A. That is also written as vector A divided by magnitude of vector A. This is symbolizing two methods, vector A by A or vector A by magnitude of A. The representation are like this. In the rectangular coordinate system, unit vector along x, y and z directions are denoted by vector I, in the x direction, vector j in the y direction and vector k in the z direction. Therefore, I, j and k are called orthogonal unit vectors. Magnitude of vector I equal to magnitude of vector j equal to magnitude of vector k equal to 1. That means unit vector having magnitude 1. And the directions are in the direction of the given vector. I vector is along x direction, j vector is along y direction and k vector is along z direction. This is orthogonal Cartesian system x, y, z. I vector along x direction, j vector along y direction, k vector along z direction. These vectors can be represented as I cap, j cap and k cap. In 2 dimension, only 2 coordinates are necessary, that is x and y, to represent the motion of an object. But in 3 dimension, 3 coordinates are necessary, x, y, z. Therefore, 2-dimension and 3-dimension vectors can be represented in terms of orthogonal Cartesian vectors as vector R, position vector is vector R, position of an object. Already stated that position of an object is determined from an origin, that is represented by P. P is the position from O. There is a coordinate, this is called x and y coordinate, x, y. Position of the object is represented by, this is a 2-dimensional motion in a plane, that is represented by x, y, x coordinate and y coordinate. The x vector is xi and y vector is yj. Then 2-dimensional vector can be represented as x is the coordinate, that is a number, and unit vector along x is I. Then by the properties we can written as x vector is xi and y vector is yj. That is, vector R is equal to xi plus yj. This is a 2-dimensional vector, or it is a plane vector in a plane. Vector R is equal to xi plus yj have a magnitude. Vector R is equal to root of x square plus y square. This coordinate x, this coordinate y. From this triangle, R is equal to root of x square plus y square.
Hence, in two dimension, vector R is xi plus yj, and the magnitude of vector R is equal to x square plus y square. If you are supplied with the two coordinates such as p is equal to 2, 3, p is the position of an object having x coordinate 2 and y coordinate 3, then the vector p, to construct the vector p, we can written as 2i. X coordinate is 2 and the vector in that direction is I. Y coordinate is 3 and the vector in that direction is j. Then the two-dimensional vector or vector in a plane is p is equal to 2i plus 3j. And the magnitude of the vector p equal to root of x coordinate is 2, that is square, 2 square, plus y coordinate is 3, that is 3 square, that is equal to root of 4 plus 9, root 13. This will be the magnitude of p. Similarly, we can calculate magnitude and construct a two-dimensional vector if coordinates are supplied. Coordinates are position coordinates. Position coordinates means to represent the object in a plane. In a plane there will be two coordinates necessary, x and y. Q 3, 2. Then the vector can be determined as vector q equal to, this is a position coordinate of q, and you have to determine the position vector. Position vector can be represented as q equal to 3i. 3 is the x coordinate, that is a number which can be converted into a vector by multiplying I, that is 3i plus 2j. Then magnitude, this is the two-dimensional vector or vector in a plane, then magnitude of the vector q equal to root of 3 square plus 2 square, that is equal to root of 9 plus 4, that is equal to root 13. This is the method of demonstrating two-dimensional vector and magnitude of two-dimensional vector. Similarly, three-dimensional vector is, if the position of a coordinate is q or position of a coordinate r, x, y, z, then position vector r is equal to x, y, z means the object is in a three dimension because there are three coordinates x, y and z. Then the position vector r is equal to xi plus yj plus zk. This is the three-dimensional vector. Magnitude of the three-dimensional vector is root of x coordinate square plus y coordinate square plus z coordinate square, that is root of x square plus y square plus z square. Example, A is the position of an object having position coordinates ax, ay, az. Then the position vector in three dimension is axi plus ayj plus azk. This is the position vector of the object in three dimensions. Magnitude of the position vector simply A or modulus of vector A equal to root of ax square, this is the x coordinate square, plus ay square, this is the y coordinate square, plus az square, this is the z coordinate square. Hence A equal to root of ax square plus ay square plus az square. Ax means x is the suffix, that is x coordinate of
position vector A, y coordinate of position vector A, z coordinate of position vector A. Then mathematical example is P is the position of an object with coordinates 2, 3, 4. Position vector P equal to 2i, x coordinate is 2 and vector can be determined as by multiplying I, that is 2i plus 3j plus 4k. Then magnitude of vector P, that is simply P equal to root of 2 square plus 3 square plus 4 square, that is equal to root of 4 plus 9 plus 16, root to 29.